ഞാൻ വിചാരിച്ചത് വാതിൽ കുറ്റിട്ടിട്ട് പിന്നെ പുറത്തു കൂടെ പോയി കോണിബെല്ലടിച്ചു. എന്തായാലും ഉള്ളിലെ ഗാനം. അപ്പോൾ ചെറിയപ്പോൾ ഇറങ്ങി വരുമ്പോൾ ആ കവറ് മുന്നിൽ വെച്ചിട്ട് ഞാൻ പായും. ആ ഒരു മൈൻഡാണ്. എന്താ നടത്താവട്ടെ അറിയില്ല. അങ്ങനെയാണ് ഫസ്റ്റ് തൊട്ട് നോക്കി. ഇതൊരു കോട്ട് മോഡലാണ് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ട്. ഇതിന് 2000 ചില്ലാനാണ്. അങ്ങനത്തെ ഇട്ടു നല്ല രസമുണ്ട് കേട്ടോ. കാണുമ്പോൾ എത്ര രസമുണ്ടെന്ന് അറിയണില്ല. പക്ഷെ ഇതിന് 2600 ഉണ്ട്. അങ്ങനെ നേരെ 1/2 മണിക്കൂർ കഴിഞ്ഞ് മാറ്റൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ പൈസയാണ് പോലെ പ്രത്യേകത പറഞ്ഞാൽ ഈ റൂമത്തെ ഫാന് ലൈറ്റ് ഒന്നും പോലെ ബാധിക്കണതല്ല കേട്ടോ. എങ്ങോട്ടാ പോണ അറി എന്തിനാ പോണേ? ചാവി അടച്ചേ. അപ്പൊ എന്തേ ആവി ഞാൻ തന്നേ. എന്താ ആയിട്ട് പോണോക്കെ ഇനി വാതിലൂട്ടായി കേട്ടോ. നേരെ 11 ആയിട്ടില്ല, 10 ആയിട്ടുള്ളൂ. പോയി കഴിഞ്ഞ ഡ്രസ്സും കാർഡ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഒന്നാമത്തെ ചെറിയാപ്പോ കടയിന്ന് 10 മണി 9:30 ഒന്ന് നേരത്തെ എത്തിക്കണം, അല്ലെങ്കിൽ 10 മണിയാവും എത്തണെങ്കില്. അപ്പം പോയോ കേട്ടെ. ഡ്രസ്സുണ്ട് വേറെ ഇപ്പോ എന്ത് ലോക്കാക്കാന് ഡ്രസ്സും കാർഡ് ഉണ്ടാവുമെന്ന് പെരുന്നാളും മറ്റന്നാളും അതിന് പിറ്റേന്നൊക്കെ ആയതുകൊണ്ട് ഉണ്ടാവില്ലെന്ന് വെച്ചാലായി ഉണ്ടാവക്കാരം. അതുകൊണ്ട് കുപ്പായം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ? കിട്ടണം, ചതവൊക്കെ വേണം. ഏതൊക്കെ എന്തിന് കുപ്പായം എടുക്കാൻ വേണം. കുപ്പായം എടുക്കണം. അപ്പൊ ഉമ്മച്ചിക്കോ? നമ്മളിപ്പോ പെരിയെന്ന് അറിഞ്ഞപ്പോ കാറ് കേറിയാണ്. അവിടെ എത്തുമ്പത്തി 10:45 ഇടക്കിറങ്ങണതിന്റെ അപ്പുറത്തല്ലല്ലോ. അവിടെ നമുക്ക് ഈ തിരിയണ അവിടെ ഒരു ചൊറ കേട്ടോ. നമുക്ക് കാണണ്ടോന്ന് അറിയില്ല. എനിക്ക് പിന്നെന്തോ എന്റെ ഡോക്ടറിന്റെ ഏത് ഓനിപ്പോ 4-5 ദിവസമായി. ഇന്നത്തെ പെരിയത്തെ കുട്ടീൻ്റെ ഒരു ഡോക്ടറിന്റെ കിറ്റ് സെറ്റ് ഉണ്ട് പറഞ്ഞിട്ട് അതിനിപ്പോ 4 ദിവസമായിട്ട് കച്ചറയിന്. അവന് പേരൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചെറുതൊന്ന് വാങ്ങിക്കൊടുക്കണം. പെരുന്നാളായതുകൊണ്ടൊക്കെ ഉണ്ട്. എന്താ ചെറുത് മതി. ഡോക്ടർ ആവുമ്പോഴാ വലുത് കിട്ടുക. വലുതായോ? വലിയ ഡോക്ടർ ആവോ? അങ്ങനെ വലുതായിട്ട് കാര്യമില്ല. പഠിച്ചുവോ? എന്താ പഠിച്ചാ? നഴ്സറി പോയിട്ട് ആ ദോശന്റെ പാട്ടൊക്കെ പാടിക്കൊടുത്തപ്പച്ചിക്ക് അപ്പൊ വാങ്ങി തരുള്ളൂ. പാടി കൊടുക്കും ദോശന്റെ പാട്ട്. കാക്കന്റെ പാട്ട് പാടി കൊടുത്തളാ. അത് ഏതേനിപ്പോ? ഓക്കെ കാക്ക പറഞ്ഞു ഓക്കെ. ഏതേനിപ്പോ അത് പാടി കൊടുത്ത ഇനി ദോശ പാടി കൊടുത്തേ. ഒറ്റന്റെ നിക്ക് ഞാൻ ആ സീറ്റ് ബെൽറ്റ് ഇട്ടെ. ഇനി കാണുന്നവർക്കൊക്കെ ഇറങ്ങിയതൊക്കെ ഞങ്ങൾ ഇട്ടിട്ടില്ല. നമ്മളെല്ലാ വീഡിയോസിലും പറയലുണ്ട്. ആ പൂക്ക് വന്നോണ്ട് അങ്ങോട്ട് അച്ഛന് 4, അമ്മേന് 3, ചേച്ചിക്ക് 2, എനിക്കും. അപ്പൊ വലുതായിക്കണല്ലേ. ഡ്രസ്സും കാര്യൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. എന്താ പറയുക പാട്ടിനനുസരിച്ചൊക്കെ ഈ ഒരു ഷർട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കിളിപ്പച്ച അതിക്കൊരു ബാഗ് നോക്കണം. കിട്ടോ? ഉണ്ടാവും. അതോ കുപ്പായ എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഏത് കളറ് മാച്ചാ? ഓക്കെ ഉണ്ട്, ഈ കളറുണ്ട്. ബ്ലേക്ക് പിന്നെ വലിപ്പം കൊല്ലണം. ബ്ലേക്കല്ലേ ശരി? ബ്ലേക്കല്ലേ ശരി? ബ്ലാക്ക് ഉണ്ടോ? പാന്റ് ഉണ്ടോ?
വേറെ ഏതാ ശരിയാ ഒക്കെ ബേഗ് മോഡലായിട്ടാണ് തോന്നുന്നത്. മറ്റോ പാഞ്ഞ് കളിച്ചാതോ ഇതാണ് ഇപ്പത്തെ വന്നോട്ടെ പേന്റെ തല തിരിച്ചടിച്ചിക്കല്ലേ. ഞാൻ നാളെ ഇൻസ്റ്റ കണ്ടിനി കേസ് വരെ ഊരിയിട്ടില്ല. ആ ഇതൊന്ന് ഇട്ടെടുത്തോക്കെ ഈ ജീൻസ് സൂപ്പർ ബാഗ് ഒക്കെയാണോ? ബ്ലാക്കിൽ തന്നെ അങ്ങനത്തെ വരുന്നുണ്ടാവോ വേറെ ഷെയ്ഡ് മിസ്റ്ററോ? ഇങ്ങനത്തെ പെയിന്റ് എടുത്ത് എന്താ പറയാ ചെറിയപ്പോ ഗുണം ഇവിടെ ഇവിടെ കീറി കഴിഞ്ഞാല് ഇവിടുത്തെ എടുത്ത് അവിടെ അടിച്ച മനസ്സിലായോ? അതിനെന്താ കോട്ടണോ? ആ വേണ്ട, ഈ ഒരു കളറ് ബാഗ് കിട്ടിയാലും മതില്ലേ. ഇവിടെ കുപ്പായ കോരി ഒന്നും പാടിട്ട് നോക്കുകയാണ്. അതോ കേറുവോ? ഇങ്ങനെ ഒരാൾക്ക് പേന്റ് ഇട്ട് കൊടുക്കട്ടോ. ചെറിയാപ്പനെ കൊണ്ടുവന്ന കുട്ടീന്റെ സെലക്ഷൻ ചെറിയാപ്പക്കാര. ഊര് ചാടണ്ടോനെ എന്താ അതോ ബ്ലാക്ക് ആവൂലേ രസം ഉണ്ടാവുക? നോട്ടെ ഇങ്ങോട്ട് നോക്കിക്ക നോട്ടെ. അത് പാനിയല്ല ഊര് ചാടോ. രസം നോക്കട്ടെ, രസം വിട്ടുപോയി അവിടെ പോയിക്ക് നോക്കട്ടെ മച്ചി. ആ ബിൽറ്റില്ലല്ലോ കിട്ടു ഊര് പോയിട്ടുണ്ടോ? അയ്യിട്ടോ പേന് അവൻ രസമുണ്ട് പക്ഷെ ആ കളർ ഉണ്ട് അല്ലേ. അതല്ലേ പച്ചക്ക് ബ്ലാക്ക് നോക്കിക്കണ് ഒരു ചാടുന്നില്ലേ നീ കുടുംബ ചെറിയ നോട്ടെ നോട്ടെ നോക്കട്ടെ സെറ്റാണോക്കട്ടെ. യോ അവിടെ പോയി നിക്ക് നോക്കട്ടെ ഞാനേ. ചാടൂലേ നോട്ടെ എങ്ങനെ നോട്ടാ അതോ അതാരെ ടൈറ്റാ? കറക്റ്റ് ആണോ? അങ്ങനെ അറിയപ്പോ അതിന്റെ വേറെ ഇത് മറ്റെന്താ അറിയോ ടൈറ്റ് ആയാലേ എന്തേലും തിന്നു കഴിഞ്ഞാ വെള്ളം കൊള്ളൂല. ഇപ്പൊ ബാഗ് ടൈറ്റ് ആയതുകൊണ്ട് വേറൊരു സൂപ്പർ ബാഗ് ഇറക്കിയിരിക്കുന്നു. പോരെ പോലെ അതോ കണ്ണാടി പോയോക്ക് രസം ഉണ്ടോക്ക് പറ്റിയോക്ക്. പേന്റ് രസമുണ്ടോ? ഇഷ്ടായോ? സെറ്റാണോ? നൂരിക്കോ ഇഷ്ടായോ? നൂരട്ടോ ഇനി പൈസ ബില്ല് കൊടുക്കണ്ടേ? ഇവിടെ കേറിയേ ലിഫ്റ്റില് കേറി. അപ്പൊ ആണെങ്കിൽ എന്താ നെക്കി നോക്കട്ടെ. ജിയ നെക്കിക്കണ ഗോഡൌണിലതാ. ആ അങ്ങനെ അറിയാം. ഇന്ന് ലിഫ്റ്റിലൊന്നല്ല പറ്റട്ടറിയാവോ. അപ്പൊ നമ്മളിനി ഒരു മാക്സി എടുക്കണ്ട എടുക്കാം. ഇനി അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കില്ലാന്ന് ഞാൻ വിചാരിച്ചേനി. ഇന്നിപ്പോ പിടിച്ച് കൊണ്ടുവന്നാണ്. അപ്പൊ ഇനി ഒറ്റക്കായതുകൊണ്ട് മോഡൽ ഏതെടുക്കണേന്ന് അറിയുന്നില്ല. കഴിഞ്ഞിക്കണേ ഞാനും സിഫ്നി വന്നപ്പോ തന്നെ ഒന്നും കിട്ടാനില്ല. അവിടെ ഉണ്ടാവും ഇവിടെയാണ് കോക്ക് ഓർക്ക പിരാന്തിലെടുത്തിരി കേട്ടോ. കൊയങ്ങേക്കണല്ലാതെ അങ്ങനെ ഞങ്ങൾക്ക് ഒരു കടയിൽ നടത്തി. ഞാൻ ആദ്യമായിട്ടാണ് വേറൊരു കടയിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോണത്. അപ്പം ഞാൻ ഇപ്പോൾ 3 എണ്ണം കൈ പിടിച്ചാൽ നിങ്ങൾക്ക് കാണാം. 3 സാധനങ്ങൾ ഞാൻ കൈ പിടിച്ചാൽ 3 നല്ല രസമുണ്ട്. അപ്പം ഇതിനും മറ്റേ ഈ കാപ്പിക്ക് 2000 മറ്റേ 1000 കേട്ടോ.
ഞാൻ ഡ്രസ്സൊന്ന് മാറ്റി കാണാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് തൊട്ട് നോക്കി. ഇതൊരു കോട്ട് മോഡലാണ് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ട്. ഇതിന് 2000 ചില്ലാനാണ്. അപ്പൊ വില നോക്കി. ചെറിയ ഉപ്പാട്ടോ കേട്ടോ. ചെറിയപ്പന് കോട്ടില്ലൊന്നും വലിയ ഇഷ്ടമല്ല. ഞാൻ കൊണ്ട് കാട്ടി കൊടുത്തത് അങ്ങനെയുണ്ട്. അതൊന്നല്ല പറഞ്ഞു ആ വെള്ളം അവിടെ വെള്ളം കുടിക്കാൻ അപ്പൊ വരട്ടാ. കുറ്റിയൊക്കെ ചെറുക്കിട്ടെ. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഇട്ടു. നല്ല രസമുണ്ട് കേട്ടോ. കാണുമ്പോൾ എത്ര രസമുണ്ടെന്ന് അറിയണില്ല. പക്ഷെ ഇനി 2600 ഉണ്ട്. ഞാൻ നോക്കട്ടെ. ഞാൻ ഏതാ തീരുമാനിച്ചില്ല. ഞാൻ തുറന്നു കാര്യം അറിയണ്ടോ? നീ ഡ്രസ് ചവിട്ടല്ലേ? ഞാൻ വെള്ളിയും പാത്തിട്ടോ കണ കേട്ടോ. രസമുണ്ടോ? ഫസ്റ്റത്തിലാറിട്ടോ ഇതല്ലേ രസം തോന്നണ. ആരെ ഒരാളിന്റെ ഒപ്പം കൂടിയിരിക്കണം കേട്ടോ. അത് കേടെടുത്തല്ലേ. പിന്നെ അടുത്തത് വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ മറ്റേ എന്താ പറയാ, ഇങ്ങനെ കാണുമ്പോ വലിയ ഇതില്ല തോന്നുന്നുണ്ട്. പെച്ചിനെ വിളിച്ചാ ചെറിയ പോവാ. പെച്ചിനെ വിളിച്ചു. അടിയിലൊരു വെള്ളശീല ആകേണ്ടി വരും. ഏതെടുക്കണം? എന്താ എടുക്കണ്? കാണാൻ നല്ല രസമുണ്ട്. ഇടുമ്പോ രസമല്ല. അങ്ങനെ ഇന്നലത്തെ വ്ളോഗിന്റെ ബാക്കിയാണിത്. എന്താ വെച്ചാല് ഞാൻ ഡ്രസ്സ് എടുക്കില്ലാന്ന് വിചാരിച്ചേനി. അപ്പൊ ചെറിയ എടുക്കില്ല, അങ്ങനെ എടുക്കില്ല വിചാരിച്ചു. എന്നിട്ട് അവിടുന്ന് കടി കയറിയിട്ട് ആദ്യം അതിന്റെ ഡ്രസ്സ് എടുത്തിറങ്ങി പിന്നെ കടി കയറ്റിട്ടാണ് എടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഞാൻ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ ഞാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു ഞാനും എടുക്കും, അതിനെന്താ നിങ്ങൾക്കൊക്കെ എടുക്കുന്നിട്ട് പിന്നെ ഞാൻ എടുക്കാക്കില്ല, ഞാൻ എടുക്കുന്ന പറഞ്ഞു. അത് കേട്ടിട്ട് ഞാൻ ഡ്രസ്സ് എടുത്ത് പിന്നെ ചെറിയപ്പനോട് കുറേ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. വേണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊന്ന് വൈകുന്നേരം ഇടയ്ക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചു, വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം നഴ്സറിയിൽ നിന്ന് എടുത്തത്. ഞാൻ അതിന് പോയി ഒരു ടീഷർട്ട് ഇതൊക്കെ വാങ്ങട്ടെ. അതിൻ്റെ വീഡിയോ എടുക്കുന്ന വീഡിയോ കിട്ടുമെന്നറിയില്ല. നമുക്ക് സർപ്രൈസായിട്ട് കൊടുക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ആഡാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും പോയി നോക്കട്ടെ. നട്ടുവെച്ച് വെയില്ല കേട്ടോ. ഈ ഒരു കളർ ടീഷർട്ടാണ് ഞാൻ ചെറിയപ്പം എടുത്തത്. ഇതിൽ കാണാൻ മതിയല്ല കേട്ടോ. ഞാനും ചെറിയപ്പോൾ ഏകദേശം ഒരേ കളറാണ്, സെയിം തന്നെയാണ്. അപ്പം ബേക്കിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് വാതിൽ കുറ്റിട്ടിട്ട് പിന്നെ പുറത്തു കൂടെ പോയി കോണി ബെല്ലടിച്ചു. എന്തായാലും ഉള്ളിലെ ഗാനം. അപ്പോൾ ചെറിയപ്പോൾ ഇറങ്ങി വരുമ്പോൾ ആ കവറ് മുന്നിൽ വെച്ചിട്ട് ഞാൻ പായും. ആ ഒരു മൈൻഡാണ്. എന്താ നടക്കാവത്തറിയില്ല. ക്യാമറയൊക്കെ എങ്ങനെയൊക്കെ അത് ഏതാവുമെന്ന് അറിയില്ല. പുറത്തൊരു എടുക്കണില്ല എന്ന് വാശി പിടിച്ചാൽ ഞാൻ ഒന്ന് വിളിച്ചപ്പോഴും ചോദിച്ചു നിങ്ങൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണില്ല, ഞാൻ എടുക്കണില്ല. അപ്പോൾ ഏതായാലും എടുക്കാത്ത ആൾക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ 6 മണി ആവാനായി. അപ്പോൾ ഏതായാലും സമോസയൊക്കെ ഞാൻ പൊടിച്ചിട്ട് ഇത് മടക്കി സെറ്റാക്കി കവറിൽ തന്നെ വെക്കാം. കവറിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മേലായിട്ടൊരു പേപ്പർ വെക്കുക. ഒരു പൂവുണ്ടോ അവിടെ, പൂവും വെക്കാം. പിന്നെ ഒരാൾ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടെന്ന് സ്കൂട്ടി ഇടക്കര കൊണ്ടുപോകാറുണ്ട്. ഞാൻ ചോദിച്ചിനി കേട്ടോ, മറ്റേ ഇടക്കരക്ക് അങ്ങനെ പോകാൻ കഴിയൂല, ഇവിടെ അമ്മയുണ്ടേന്. എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് 8-ന് പണിയെടുക്കാം. മാറ്റണോ? ചെറിയ പോ കൊയങ്ങോ നേരെ ഇടക്കിടക്ക് എന്നൊക്കെ പറഞ്ഞ ആളെ വണ്ടി കയറ്റിട്ട് പോവാ. നേരത്തെ വന്നേര് വല്ലാത്തൊരു നീല മോണ്ടന കല്യാണോ? എന്താ പള്ളിയില് സമൂസ, ചായ, നാരങ്ങ. ഇനിയൊന്നും വേണ്ടേ? മോനൊക്കെ നാട് ഇറച്ചി ഉറങ്ങി. അതല്ല ഒച്ചയും ഇല്ലാത്തത്. ഓൻ ഐസറിന്ന് ഉറങ്ങിയില്ലേ ഇനി. അങ്ങനെ ഞാൻ ചെറിയത്തിന് അവിടെ വെള്ളം കൊടുത്തിട്ടിരുന്നു. ആള് ഫോണാണ്. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടാണ്. ഞാൻ
ഈ സ്റ്റാൻഡ് എടുത്തതിന് അതേമാതിരി സൗണ്ട് എത്രത്തോളം കേൾക്കണമെന്ന് അറിയില്ല. അപ്പുറത്തെ വലിയത്തെ ചേച്ചിക്ക് പാത്രം കൊടുക്കാൻ പോവുകയാണെന്ന് പറയും. ഫോണും കണ്ട് കുത്തിരിക്കാൻ നമ്മൾ എന്ത് കേട്ടില്ല അറിയില്ല. അതല്ല ഇറക്കാട്ടെ. ഫ്രൈ പാൻ്റെ ചട്ടിയിലെ കാലായി കഴിച്ചു. പോർന്ന് രാത്രിയാണ് വല്ല കള്ളന്മാരെ എടുത്തോണ്ട് പോകാന്. ഞാൻ ആ പുറത്തത്തെ ലേറ്റ് ഇട്ടോ വീഡിയോ ക്ലിയർ ഉണ്ടാവൂല. ഞാൻ സിന്ധു ചേച്ചിക്ക് ആ പാത്രം കൊടുത്തിട്ട് പോരാട്ടോ. പിരാന്താണ് അല്ലാണ്ടാ. ക്യാമറ ഞാൻ പുറത്തത് ഏകദേശം ലേറ്റ് കിട്ടുന്നു കേട്ടോ. അതാ കവറാക്കി അതിലടച്ചിക്കണം. ക്യാമറ ഇപ്പോൾ ഇവിടെ വെക്കാന്നില്ല ടെൻഷനിലാണ്. ഞാൻ കൂണിമ്പിൽ അടിച്ചിട്ട് പോകും. നിങ്ങൾക്ക് വന്ന് തുറക്കണ സീൻ കാണാം. എവിടെ പൊടിച്ചോണേ വെക്കും. ഞാൻ ആദ്യം ഇത് കൊണ്ടുപോയിട്ട് വെക്കട്ടെ. മൂപ്പരാക്ക് നല്ല ഫോൺ കേട്ടോ. ലെവലും ഉണ്ടാവില്ല. അപ്പുറത്തെ ആ തൊടുത്ത ലൈറ്റൊക്കെ ഇട്ടേക്കണേ. എന്നെ വിളിച്ചിട്ടോ. നീച്ചോ നോക്കട്ടെ. ഫോൺ കാണലിഞ്ഞു. ഞാൻ ക്യാമറ സ്റ്റാൻഡൊന്ന് തട്ടോ. വരികയും മരത്തിൻ്റെ അവിടേക്ക് ഞാൻ ഫ്ലാഷ് ഓഫ് ആക്കട്ടെ. ഫ്ലാഷ് അത്യം അറിയും. ക്യാമറ എങ്ങനെയായാലും വെക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സംഭവം ഫുള്ള് സെറ്റാണ്. ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇനി ഇതിൻ്റെ ബാക്കി സാധാ ലോങ് എടുക്കുന്ന മാതിരി എടുക്കുക. എന്നിട്ട് കുപ്പായില്ലല്ലോ. കുപ്പായില്ലെങ്കിൽ കോപ്പറേറ്റ് വരും. അപ്പോൾ ഒരു കുപ്പായ ഇട്ട് കൊടുത്ത് ഞാൻ പാത്രം കൊടുത്ത് വരുമ്പോഴത്തേക്ക് മാറ്റിക്കാന്ന് പറഞ്ഞിങ്ങനെ ഞാൻ കോണിമെല്ലാം അടിച്ചിട്ട് പായും. എന്താണ് ആരെയാണ് കറുത്ത്? പിന്നെ ഞാൻ വല്ല കള എന്തറിയാമോ? നിങ്ങൾ എടുക്കണില്ല എന്നല്ലേ പറഞ്ഞ്? നിങ്ങൾ എടുക്കണില്ല എന്നല്ലേ പറഞ്ഞ്? ആരെ തെരഞ്ഞീനെ പറഞ്ഞ്? എന്നിട്ട് സാധനം വെച്ചതോ? ആരാളെ ഓ ഓ ആ റോട്ടക്കാണ് നോക്കണ. എന്തിനാ ചെറിയപ്പോ ഞാനാന്നൊന്നും ഓടിയിട്ടില്ല. എന്തിനാന്നോ പിന്നെ ആരേലും ആണെങ്കിലോ പോസിറ്റീവായി നിങ്ങൾക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടണല്ലേ. നോമ്പല്ലേ കൊണ്ടുവന്ന് സാധനം നിർത്തി നോക്കി. ആരാകാ? അല്ല നിങ്ങളാളെ തരിയുണ്ട്. ഞാൻ ഇന്നല്ല നിങ്ങള് തരീണ്. വാതിലുറക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്.
പറ്റുമൊക്കെ അല്ലെങ്കിൽ അവിടെ പോയി മാറ്റാം. എന്തേ ഞാൻ ബേക്കണ്ട് കൊടുത്ത പാന തുണിക്കാത്തൊക്കെയാണ്. ഇത് രസമുണ്ടോ? ഞാനാരായി അങ്ങനല്ല, ഞാൻ എടുക്കണ്ട പറഞ്ഞല്ലേ. അതിന് ഞങ്ങൾക്കൊക്കെ എടുത്തന്നിട്ട് നിങ്ങള് പിന്നെ എന്തിനാ വെച്ചെടുത്തന്ന്? ഞങ്ങൾക്ക് എടുക്കുവോന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അടുത്ത ഇച്ചൂല്ലേ ഇനി ഇല്ല ഇല്ല എല്ലാവർക്കും മുഖത്തുള്ള മാറ്റം പടച്ച റബ്ബേ പടച്ച റബ്ബാണ് സത്യം പെരുന്നാക്കിയ വിചാരിച്ചിട്ടേ ഇല്ല. വിചാരിച്ചിട്ടില്ല അങ്ങനെ പറയാം. പക്ഷെ മാണ്ടാന്നില്ല. ഞാൻ മാണ്ട ഞാൻ ഇങ്ങളില്ലാതെ വാങ്ങി തന്നെ ഇഷ്ടല്ല. ഇങ്ങക്ക് വാങ്ങാതെ വാങ്ങി തന്നെ ഇഷ്ടല്ല. വാങ്ങാണെങ്കിൽ എല്ലാരും ആവും ഓക്കെ. ഉള്ളു കിടന്നു കഴിഞ്ഞു. പിന്നെ പുതിയ പോണം. പുതിയ അമ്മ അടുത്തുണ്ടല്ലോ, അത് ഇട്ടിട്ടെന്നല്ല ഞാൻ ഏതാ നീരിട്ടിട്ടെന്നല്ല. അതാണ് ഞാൻ ഇടാറുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു വലിയ സർപ്രൈസ് ഒക്കെ. അത് രാത്രി ഞാൻ പുറത്തേക്ക് വരാറ് നിങ്ങളെ അവിടെ വെച്ച് കണ്ടു പോയറിയില്ല. അതിനുള്ള ബുദ്ധിയില്ല നിങ്ങൾക്കില്ല. ഞാൻ അപ്പൊ നിങ്ങളൊന്നും ഇന്നലെ കാണാൻ തുടങ്ങിയ ഒക്കെ ഇപ്പൊ നടക്കണം നടക്കണ കാര്യ. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കണം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.